പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ബക്കറ്റ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളുണ്ടാക്കാൻ വിചാരിച്ചല്ല, ഈ കമൻറ്റിലും ഫോണിയോടെ വിളിച്ചിട്ടും നമ്മളിങ്ങനത്തെ ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിനൊരു ഫുൾ ചിക്കനാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളൊരു മിക്സിയിൽ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയുടെ കഷ്ണം ഇടാം. പിന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഒരു 10-25 എടുത്തിട്ടുണ്ട് കേട്ടോ, അതിടാം. ഒരു 4 പച്ചമുളക്, പിന്നെ 4 മല്ലിയില. ഇത് കിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ മല്ലിയില ഉപയോഗിച്ചാൽ മതിട്ടാ. പിന്നെ പുതിനയില ഒരു 2-3-4 തണ്ട്, വേപ്പില ഒരു 2-3 കതിരി കേട്ടാ, കറിവേപ്പില കേട്ടാ. ഇതിലേക്ക് സാധാരണ മുളക് പൊടിയില്ലേ, അതൊരു 3 ടീസ്പൂൺ ഇടണം. കാശ്മീരി മുളക് പൊടിയുണ്ട്, അത് 1 ടീസ്പൂൺ കേട്ടാ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണിൽ അധികം കേട്ടാ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. പിന്നെ ഗരം മസാലപ്പൊടി ഇല്ലേ, അതൊരു 1/2 ടീസ്പൂൺ. ഇത് ചിക്കൻ മസാലേനെ, ഇതൊരു 1/2 ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് വേണ്ട. പിന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടാ. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരിട്ടാ. പിന്നെ ഇത് ഒലീവ് ഓയിലാണ്, ഇത് 2 ടീസ്പൂൺ. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതിട്ടാ. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നന്നായി അരച്ചുകൊണ്ടിരുന്നു കേട്ടോ. നമ്മൾ ഈ ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊണ്ടു. ഇനി ഇതിനെ നമ്മളിത് വരയാൻ പോണ് ആകെ കേട്ടാ. ഇതിൻ്റെ ഇവിടെ നമ്മൾ പൊളിച്ചിട്ടില്ല, വരയുന്നു. ഇങ്ങനെ നന്നായി വരയുന്നു. ഇവിടെ തന്നെ ഈ സൈഡും നമ്മൾ ഈ ഫുൾ ചിക്കനെ കംപ്ലീറ്റ് വരഞ്ഞു കേട്ടോ. വരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസാലക്കൂട്ട് ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടാണ് അത് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത്. നമ്മൾ ഈ മസാല കംപ്ലീറ്റ് തേച്ച് പിടിപ്പിച്ചിട്ടാ. ഇനി ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ശരിയാക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു വടി വേണം, ഒരു കോല്. ഞാനൊരു പേരേര ഒരു തണ്ടാണ് പെട്ടുന്നത് കേട്ടാ. ഈ പേരേ ഇതൊന്ന് വൃത്തിയാക്കാം. നമ്മളെ എടുക്കണ കോലില്ലേ, കാഞ്ഞിരത്തിൻ്റെയും കക്കിന വേപ്പിൻ്റെയും എടുക്കരുത് കേട്ടാ, കയ്പുള്ളത്. വടീന് ഇതിൻ്റെ നട്ടല്, ഈ ചിക്കൻ്റെ നട്ടല് ഇതാണ്. ഒരു പിടിയും കിട്ടിയിട്ടില്ല. എണ്ണം കാച്ചി വെടിയിട്ടാ. ഈ വശം വെടുപ്പാക്കിലും കുഴപ്പമില്ല, ഇത് മണ്ണിൽ താത്താനുള്ളതാണ്. ഞാനേ ഇവിടെ ഇതിനുള്ള സ്ഥലം വെടുപ്പാക്കണം കേട്ടോ, ശരിയാക്കണം കറക്റ്റായിട്ട് ഭംഗിയിൽ. ഇനി ഈ സെൻറ്ററിൽ വേളാൻ കൊണ്ട് കോല് ഇതിൽ താത്താണ് കേട്ടാ. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ നമ്മുടെ ഈ ബക്കറ്റ് ഉണ്ട്, ഇതാണ് ഒരു ഇരുമ്പിൻ്റെ ബക്കറ്റാണ്. ഇതിന് 220 രൂപയാണ് വില. കണ്ട ഇതിൻ്റെ കൂത്ത് എന്താവും എന്ന് നമുക്കറിയില്ല, അത് ചെയ്ത് കഴിയുമ്പോൾ അറിയാം. ഇപ്പോൾ ഈ ബക്കറ്റ് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ കമ്പില്ലേ, ഈ കമ്പ് ഇത് ബക്കറ്റുമ്പോൾ തൊടാൻ പാടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. ഇപ്പോൾ തൊടും, കണ്ട ഉയർന്ന് കണ്ട. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വേണമെങ്കിൽ താത്താം, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഇത്തിരി മണ്ണ് പൊത്തി കൊടുക്കാം നമുക്ക്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, വേണമെങ്കിൽ താത്താൻ നല്ലത്. അങ്ങനെ നമ്മൾ മണ്ണിട്ട് ഉറപ്പിക്കുന്നു. ഇത് നമ്മൾ ഇതിൻ്റെ അടിയിലേ 2 വാഴല ഇങ്ങനെ വയ്ക്കുന്നു. നമ്മൾ ഒരു വാഴല വെച്ചു. ഇനി നമ്മളിതിനെ ചിക്കനെ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മൾ ചിക്കൻ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂറായിട്ടാണ് നമ്മളിതിന് എടുക്കാൻ പോണ്. ഇതിൻ്റെ ഈ മൂട്ടിയോടെ നമ്മളിത് കടത്തണം. കാലുകളില്ലേ, ഇതൊന്ന് വെറുതെ ഒന്ന് കൂട്ടി കെട്ടണം കേട്ടോ. കമ്പിയുണ്ട്, ഒരു കമ്പിയുണ്ട്. പിന്നെ ഈ കാലില്ലേ, അതിൻ്റെ മരം കൂടിയിട്ടാണ്ട് കമ്പിമേ ചിറ്റി കൊണ്ട് കെട്ടണം കേട്ടോ. നമ്മൾ ഇറങ്ങിപ്പോൾ കണ്ടിരിക്കാനാണ്.
ഇവനിന്ന് കമ്പി കൊണ്ട് നമ്മളൊന്ന് ഒതുക്കി കെട്ടുണ്ട് കേട്ടോ. സെറ്റായില്ലേ? സെറ്റായി. നമ്മുടെ ബക്കറ്റ് ഇപ്പോൾ ഇത് എൻ്റെ ഈ ചിറകല്ല ഈ കഴുത്തിൻ്റെ മോൾ വശം ഇതിൻ്റെ മുകളിൽ മുട്ടിയിട്ടുണ്ട്. ഈ സൈഡിൽ ഇത്തിരി മണ്ണ് ഇളക്കിയിട്ട് ഈ ഇലയുടെ അടിയിലേക്ക് ഇങ്ങനെയായിട്ട് മണ്ണ് കയറ്റണം. ആ പാട്ടത്തിൽ പൊക്കി പിടിച്ച് അവിടുന്ന് ഹൈറ്റായി. ഇപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചു, പാട്ട കഴുത്തുമ്പോൾ മുട്ടണില്ല, അടിയോടെ മണ്ണ് തള്ളി കയറ്റി. ഇനി ഈ സൈഡിൽ കൂടെ നമ്മൾ വിറക് കത്തിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ പുക വരും. അപ്പോൾ ഈ സൈഡിൽ ഇത്തിരി മണ്ണ് തേമ്പി ഞാൻ പിടിപ്പിക്കുന്നുണ്ട്. ഇനി ഈ സൈഡിലാണ് നമ്മൾ കൊത്തി പിടിപ്പിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് പുക കിടക്കരുത്. അപ്പോൾ നമ്മുടെ പാട്ട സെറ്റായിട്ടാ. ഇനി ഒരു തുണ്ട് പുക അതിൻ്റെ ഉള്ളിൽ കിടക്കില്ല. പുക കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോക്കിയാവും. ഇനി ഇതിൻ്റെ പരിണിത ഫലം എന്തുട്ടാന്ന് അറിയില്ല. നമ്മൾ തീ കത്തിക്കാൻ പോകണം. നമ്മൾ ഓലപ്പൊടി, വിറക്, പേപ്പർ, ചപ്പ് ചവറ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പ്രശ്നമില്ല. ഇനി നന്ന എത്തിക്കാവും കണ്ണിലോളുണ്ട. നമ്മളിത് വെച്ച് കഴിഞ്ഞു. സമയം 11:45 2 മിനിറ്റ് കേട്ടോ. നമുക്കറിയാലോ എത്ര സമയം വേണ്ടി വരുന്നത്. ശരിക്കും ഇതൊരു പ്രാന്തം പണിയാണ്. സാധനമൊക്കെ ഉണ്ടാക്കണം, പിടിച്ച് തല്ലണം. ഞാനത് ചെയ്യില്ല, പുറത്തുനിന്ന് ആരെ കൊണ്ടെങ്കിലും. നമ്മൾ തീ കത്തിക്കാൻ പോകും കേട്ടോ. കുറേ കടലാസുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. തീ കൂടി തുടങ്ങി. ഓടിക്കോ ഓടിക്കോ. ഇതിനടുത്തേക്ക് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാ. ശരിക്കും വീട് കത്തി പിടിച്ച പോലെയുണ്ട്. ഒരു ഓല വീടിന് തീ പിടിച്ച പോലെ ഉണ്ടെന്ന് ചേട്ടാ ജഗ്ഗു പറയാ. എന്ത് ചൂടാ. ഇനി വിറക് വെച്ചു കൊടുക്കണ്ടാട്ടാ. ഇപ്പൊ ഇട്ടേക്കണ വിറകുകൾ കത്തി പിടിച്ചാൽ തന്നെ ഭയങ്കര ചൂടായിരിക്കും. നമുക്കേ വിറകാണ്ട് ഇടാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാ. ഏഴ് മിനിറ്റ് ആയിട്ടാ, 7 മിനിറ്റ് ആയി. നമ്മുടെ ചട്ടകം ഇത് പാചകം ചെയ്യുമ്പോൾ ചട്ടകം വേണമെന്ന് മനസ്സിലായി. കറക്റ്റ് 13 മിനിറ്റ് നമ്മൾ കത്തിച്ചു. ഈ കത്തിക്കില്ലേ നിർത്തി. ഇത് നമുക്ക് എളുപ്പമുള്ള പണിയില്ല. വെറുതെ കുറേ പേരൊക്കെ ടീമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് വട്ടം കൂടി നിന്നൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് നമുക്ക് വീട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയൊരു പണിയല്ല. ഓടല് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓരോ സാധനം എടുത്ത് കൊണ്ടുവന്ന് ആ സംവിധാനം കൊണ്ടുവന്ന് മീതോടെ ഇട്ടല്ലേ നടപ്പുള്ള പണിയില്ല.
ഇതുണ്ടാക്കാണ്ടിരിക്കുക ഭേദം തോന്നുന്നു. അങ്ങനെ പറയല്ലേ ചേട്ടൻ. ചേട്ടൻ ഇത് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരോട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ ബുദ്ധിമുട്ട് ഞാൻ പറയണേ. അല്ല ഞാൻ ഇത് തുറന്ന് നോക്കട്ടെ, അപ്പം അറിയാം ഫൈനൽ റിസൾട്ട്. നമ്മൾ കത്തിക്കിരി നിർത്തിയിട്ടാ 5-6 മിനിറ്റ് നേരം പിന്നെ അതിനെ കണ്ടിട്ടുട്ടാ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് മാറ്റാം. ഇതിലെന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്നും അറിയില്ല കേട്ടാ. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വേവിക്കേണ്ടി വരും അല്ലേ? അതെനിക്ക് അരിഞ്ഞാവോ? വെണ്ണൂർന്ന് കളയാ, ഭയങ്കര ചൂടാ. നമ്മളേ ഇതിനെ പൊക്കാൻ പോണു കേട്ടാ. കൊടുക്കാത്ത ചൂടവിടെ. ഈ കഴുത്തിൻ്റെ തീ മോൾ വശം കണ്ട, ആ തീൻ്റെ ഇത് കൂടിയിട്ടാന്ന് തോന്നുന്നത്. നമ്മുടെ ചിക്കന് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടാ. മോളത്തെ കഴുത്താണ്. കഴുത്ത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് കരുതി കൂട്ടി ചേട്ടൻ തീയിട്ട് കത്തിച്ച് കരിച്ച് കളഞ്ഞതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഊരാം. ഇനി നമ്മുടെ ബക്കറ്റിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഒന്നും സംഭവിച്ചിട്ടില്ല ബക്കറ്റിന്. നമുക്കത് ഉപയോഗിക്കാം. ഞാൻ വിചാരിച്ച ബക്കറ്റ് തവിടുപൊടിയാവുന്നു. ഇവിടെ ഈ ചിക്കൻ എടുക്കാനായിട്ട് ഇവിടുത്തെ കനൽ ആ വശത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല, ചൂടുണ്ടേ. അപ്പോൾ ഈ ഇതൊന്ന് കെടുത്തുണ്ട്. അല്ലെങ്കിൽ കെടുത്തണം. നമ്മൾ പോയി കഴിഞ്ഞാൽ കനലൂടെ എടുക്കുമ്പോഴേ ഭയങ്കര ചൂടിന് നമ്മുടെ ഈ സാധനം നമുക്ക് ഊരിയെടുക്കാൻ പറ്റുമോ നോക്കാം. അടിയിൽ ഭയങ്കര ടൈറ്റാട്ടാ. വടിയടക്കം ഊരാൻ പോണ ചേട്ടൻ. അപ്പോൾ ഈ വടിയടക്കം ഊരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പൊക്കാം. വന്നു ചിക്കൻ. ദേ ഭയങ്കര ചൂടാ. കഴിക്കണേക്കാളും സുഖം ഇങ്ങനെ ഊരിയെടുക്കുക കേട്ടാ. നമ്മളെ ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ കുക്കുംബർ അരിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ 2 കുക്കുംബർ പൊട്ടിക്കാൻ വെച്ചു. രണ്ട് കുക്കുംബർ. നമ്മുടെ ഈ സാധനം റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സരിത ഇതിൻ്റെ ഒപ്പം ഒരു മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗാർലിക് മയണൈസ്. പിന്നെ നമ്മുടെ ഒരു അലങ്കോലപ്പണികൾ. അത് കുക്കുംബറും തക്കാളിയും നമ്മുടെ അവിടുത്തെയാണ്. ബാക്കിയൊക്കെ നമ്മൾ സബോളയും ചെറുനാരങ്ങയും വാങ്ങിച്ചത് കേട്ടാ. മയണൈസിൽ മുക്കണ്ടേ? എന്ത് പറയും? കുഴപ്പമില്ല, സൂപ്പറായിണ്ടെന്ന്. വെന്തിട്ടില്ലേ? ആ സൂപ്പർ, നല്ല ഇതിൽ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലേ? ഞാനും ഒരു ചെറിയൊരു ആക്രമണം കേട്ടോ. നാരങ്ങ നീര് പിഞ്ഞു വെച്ചാണെങ്കിൽ എനിക്ക് ഫുള്ളാക്കണ്ട, പുളിയോ. ഒരു കിലോ ഈനുണ്ട്. പണിയെടുത്തതിനുള്ള വല്ല മെച്ചണ്ടാ? കുഴപ്പമില്ല, പുകമണം തീരില്ല. നമ്മളത് ചുറ്റും മണ്ണ് വെച്ച് പൊത്തിയ കാരണം കൊണ്ട് പുകയ്ക്ക് അതിൽ കടക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ മസാല കൂട്ട് സൂപ്പറാ. പിന്നെ ഇതൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാം. നമ്മുടെ കുക്കുംബർ, തക്കാളിയും കഴിക്കണ്ട, എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ സാധനം ക്ലാസ്സാ. അപ്പം ഇതിൻ്റെ പോരായ്മകൾ പറയുകയാണെങ്കിൽ, ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. ഇനി നമ്മൾ ഗുണത്തിൻ്റെ ഒപ്പം തന്നെ പോരായ്മകൾ പറഞ്ഞു.
മെയിൻ പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പമല്ലേ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ പണിയെടുത്ത് തോൽക്കും. ഈ തീ കത്തിക്കലും ഈ കുഴികുത്തലും വെടുപ്പാക്കലും ഇങ്ങനത്തെ പറമ്പ് ഒരെണ്ണം പട്ടകൾ ഈ ഓലയും വിറകും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് വൻ നഷ്ടമാണ്. നമ്മളൊരു ശീലമായിട്ടാ ഈ സാധനം നമുക്ക് മതിയായി. പാട്ട നാശമെന്ന് വിചാരിച്ചു. പാട്ടയ്ക്ക് ഒരു കുഴപ്പമില്ല, 200 ഒന്നും സംഭവിച്ചില്ല. 220 വരെ പാട്ടയ്ക്ക് ഇരുമ്പിന്റെ പാട്ടല്ലേ, ഒന്നും സംഭവിച്ചില്ല. നമുക്കിത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം, എത്ര വട്ടം വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഇങ്ങനത്തെ ഒരു ചിക്കന് എന്ത് വില വരും നമുക്ക് പറയാൻ പറ്റില്ല. ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10-750 രൂപയൊക്കെ വില വരുമായിരിക്കും ഇല്ലേ? അപ്പൊ 750 രൂപയെക്കാളും കൂടുതൽ പണി നമ്മൾ ഇതും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സാധനം ലാഭകരമല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിർത്താണ് കേട്ടോ. ഇത് ഇനി ഞങ്ങൾ തിന്നുള്ളൂ, ബാക്കി അവിടെ ചേട്ടന്മാരവിടേക്ക് കൊടുക്കും. അല്ലാണ്ട് നമ്മൾ മാത്രമായിട്ട് തിന്നുന്നതല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടവരെ നന്ദി, നമസ്കാരം.